ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേളാപ്പാര മീനാണ് കേട്ടോ കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. കറി വെക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എങ്കിലും ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തിളക്കുന്ന നേരത്തെ തന്നെ നമ്മൾ മരിച്ചിനി നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കുക്കറിൽ തന്നെ വെച്ചതുകൊണ്ട് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ടൊന്ന് അടുപ്പ് കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറുണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മീൻ നമ്മൾ കുറേ അതിൻ്റെ ഭാഗങ്ങൾ തലയുടെ ഭാഗം ഇതൊക്കെയാണ് ഒന്ന് നല്ലതായിട്ട് മഷി പോലെ അരയ്ക്കാതെ ഒന്ന് പകുതി ഇതിൽ തേങ്ങ നരച്ചിട്ട് വയ്ക്കുന്ന കറിയാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കി പീസസും എല്ലാം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ സ്പെഷ്യൽ അരപ്പൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വേണ്ട നമ്മൾ ചോറ് ഇറക്കി വെച്ചിരുന്നത് എടുത്ത് അടുപ്പിലിട്ടിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് വടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിത്തിരി മുളക് തണ്ണി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ മുളക് തണ്ണി എന്നാണ് ഇതിനെ പറയുന്നത്. ചിലർ വേറെ പേരിലായിരിക്കും പറയണത്. രസമല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം സമ എടുത്താൽ മതി കേട്ടോ. ഒരു സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ അനുസരിച്ച് എടുത്താൽ മതിയാകും. പിന്നെ പെരുംജീരകപ്പൊടി കൂടെ ഇടണം. 2 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാക്ക് തേങ്ങ, നമ്മുടെ തേങ്ങ തിരികെ എടുക്കുന്നതിന് ഒരു നാക്ക് തേങ്ങ മതിയാകും. അത് ഇത്തിരി ഇട്ടിട്ട് പുളിവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ അടിച്ച് ഏകദേശം ആകുമ്പോൾ നമ്മളൊരു പകുതി തക്കാളി കൂടെ അതിൽ അടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ എടുത്തപ്പോൾ വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അടിച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പൊഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. എന്നിട്ട് ഉപ്പുകൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരാൻ പാടില്ല. സൈഡൊന്ന് പതിയുമ്പോഴത്തേക്കും നമ്മുടെ മുളക് തന്നെ റെഡിയാവും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീൻ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല പീസുകളായിരുന്നു. ഇത് അധികം മുള്ളില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.